അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവാഗതനായ ഡാർവിൻ കുര്യാക്കോസിന്റെ ഡയറക്ഷനിൽ ടൊവിനോ തോമസ് നായകനാകുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലർ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. 90s കാലഘട്ടത്തിൽ നടക്കുന്ന രണ്ട് കൊലപാതകങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളും ടൊവിനോ അടക്കമുള്ള 4 പോലീസുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. പ്രേക്ഷകരെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ കഥയിലേക്ക് ഇന്നാക്കുവാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ജിനുവി എബ്രഹാമിന് സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അധികം ഹാപ്പനിങ്സ് ഒന്നുമില്ലാതെ എന്നാൽ മടുപ്പുളവാക്കാതെ തന്നെ പോകുന്ന സിനിമ ഫസ്റ്റ് ഹാഫിനോടനുബന്ധിച്ച് നടക്കുന്ന ചില കാര്യങ്ങളിലൂടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന അന്വേഷണത്തിന് സുപ്രധാന വഴിത്തിരിവ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി എന്താണ് സംവിധായകന് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നൊരു ചോദ്യം എന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ അതുവരെ ഉണ്ടായിരുന്ന കഥയിൽ നിന്ന് മാറി മറ്റൊരു കഥാപരിസരവും കഥാപാത്രങ്ങളുമായി അന്വേഷണം മാറുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്നിരുന്നാലും രണ്ട് അന്വേഷണങ്ങളിലെയും മെയിൻ മോട്ടീവ് റിപ്പീറ്റ് ആവുന്നത് എന്നിലെ പ്രേക്ഷകന് അല്പം മടുപ്പുളവാക്കി എന്നതാണ് സത്യം. ടെക്നോളജി ഇന്നത്തെ പോലെ അത്ര കണ്ട് മികച്ചതല്ലാത്ത 90s കാലഘട്ടത്തിലെ അന്വേഷണ കഥ പറയുന്ന ഈ സിനിമയിൽ കൂടുതലും അന്വേഷണം പോയിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവും കോൺവെർസേഷനിലൂടെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ ഡയലോഗ് ഡെലിവറിയിൽ ആർട്ടിഫിഷ്യാലിറ്റിയും അതുപോലെ തന്നെ സ്പൂൺ ഫീഡിങ്ങും വല്ലാതെ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അത് സിനിമയുടെ ആസ്വാദനത്തെ ചെറുതല്ലാത്ത രീതിയിൽ ബാധിച്ചതായും എനിക്ക് തോന്നി. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ സന്തോഷ് നാരായണന്റെ മ്യൂസിക്കും ഷൈജു ശ്രീധറിന്റെ എഡിറ്റിങ്ങും ഗൗതം ശങ്കറിന്റെ സിനിമാറ്റോഗ്രാഫിയും ഇതിനെല്ലാം ഉപരി ഡാർവിൻ കുര്യാക്കോസിന്റെ ഡയറക്ഷനും സിനിമയുടെ മൂഡ് നിലനിർത്തുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിച്ചത്. അധികം പെർഫോം ചെയ്യാനൊന്നുമില്ലാത്ത ഈ സിനിമയിൽ ടൊവിനോ അടക്കം എല്ലാവരും അവർക്ക് കിട്ടിയ വേഷം മോശമാക്കാതെ തന്നെ കൈകാര്യം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഇടയ്ക്കിടെ വരുന്ന കോമിക് റിലീഫും ക്ലൈമാക്സിനോടനുബന്ധിച്ച് കഥാഗതിയിൽ വരുന്ന മോശമല്ലാത്ത മാറ്റങ്ങളും കാരണം ഒരു എബോവ് ആവറേജ് അനുഭവമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ എന്നിലെ പ്രേക്ഷകനെ സമ്മാനിച്ചത്. മുമ്പ് ഒരുപാട് കേട്ടു പറഞ്ഞ കഥയിൽ നിന്ന് പുതുമയൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ പോലും എല്ലാവരും ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.